ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ കൃഷിവിളകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നിന്ന് തുടങ്ങാം. കണ്ടോ, ഇത് കോവയ്ക്ക കേട്ടോ, കോവയ്ക്ക. പിന്നെ ഇത് വഴുതനങ്ങ, ഇത് വഴുതനങ്ങയാണ്. ഇതിൽ കായൊന്നും പിടിച്ചില്ല, എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് മുളക്, അത് അത്യാവശ്യം ഇടിച്ച് പോയിട്ടുണ്ട് കുറച്ചൊക്കെ. പിന്നെ ഇതും മുളക്, ഇത് കുഴപ്പമില്ല. പിന്നെ മുളകിലൊന്നുമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇത് വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക ഇപ്പോൾ കുറച്ചൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഒരു ഇനം മുളക് ഇപ്പോൾ ഉണ്ട്, കണ്ടോ. ഇതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ കൊച്ചു വെള്ളരിയുണ്ട്. പിന്നെ ഇത് തക്കാളിയാണ്, തക്കാളിയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്, കണ്ടോ. പിന്നെ ഇവിടെ നോക്കിയാൽ പയറാണ്, പയർ ഫുള്ള് മുന്നേ അടിച്ചിട്ടുണ്ട് കണ്ടോ, മുന്നേ ഫുള്ള് വന്നിട്ടുണ്ട് കണ്ടോ. അതുകൊണ്ട് പയറിൽ നിന്ന് നമുക്കിപ്പോൾ ഒന്നും കിട്ടുന്നില്ല കണ്ടോ. എല്ലാം ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നുണ്ട് കണ്ടോ, എല്ലാ പയറും ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നുണ്ട്. കാരണം ഇത് ഫുള്ള് മുന്നേ ഒക്കെ അടിച്ചത് കുരുടിച്ച് പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചൊക്കെ മുന്നേ വന്നിട്ടുണ്ട് കണ്ടോ, ഇലയിലൊക്കെ ഫുള്ള് മുന്നെയാണ്. പിന്നെ ഇതിൽ ഇച്ചിരി ഒരു പയർ, അത്യാവശ്യം പയർ വരുന്നുണ്ട് ഉണ്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു പയർ നിൽപ്പുണ്ട്. പയർ നമുക്ക് അധികമൊന്നും കിട്ടില്ല, 1-2 കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഒരു ചെറുത് നിൽപ്പുണ്ട്, എന്ത് പയറാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇപ്പം നട്ടത്, ഇതെല്ലാം വഴുതനയാണെന്ന് എനിക്ക് തോന്നണം, അറിഞ്ഞൂടാ കേട്ടോ. നമുക്ക് ഇതും പയറാണ്, പയർ ഫുള്ള് മുന്നേ അടിച്ചിട്ടോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വെണ്ടയ്ക്ക, കടയും ഒരു പയർ നിൽപ്പുണ്ട്, പൂ നിൽപ്പുണ്ട്. ഇതുണ്ടോ, ഇവിടെ അതിൻ്റെ അടിയിൽ അത്യാവശ്യം വലുതായ ഒരു വെള്ളരിക്ക നിൽപ്പുണ്ട്. തക്കാളി, ഇത് മഞ്ഞൾ,